പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിന്ന് +1 മലയാളം മരപ്പാവകൾ എന്ന കഥ പരിചയപ്പെടാം. കാരൂർ നീലകണ്ഠപിള്ളയുടെ ചെറുകഥയാണ് മരപ്പാവകൾ. ചെറുകഥ എന്ന സാഹിത്യരൂപത്തിൻ്റെ മൗലികമായ ശില്പസ്വഭാവത്തെ ഏറ്റവും നന്നായി അവതരിപ്പിച്ച കഥാകൃത്തായിരുന്നു കാരൂർ. മലയാള ചെറുകഥാ സാഹിത്യത്തിൽ സാധാരണക്കാരൻ്റെയും അധ്വാനിക്കുന്നവൻ്റെയും ജീവിത സ്പന്ദനങ്ങൾ തനിമയോടെ ആവിഷ്കരിച്ച കഥാകാരനാണ് കാരൂർ. മനുഷ്യസഹജമായ വികാരങ്ങളെയും ജീവിത വൈരുദ്ധ്യങ്ങളെയും അതിലളിതവും എന്നാൽ ആഴമേറിയതുമായ ശൈലിയിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മനുഷ്യസഹജമായ വികാരങ്ങളെയും ജീവിത വൈരുദ്ധ്യങ്ങളെയും അതിലളിതവും എന്നാൽ ആഴമേറിയതുമായ ശൈലിയിൽ അവതരിപ്പിച്ച ഒരു എഴുത്തുകാരനായിരുന്നു കാരൂർ നീലകണ്ഠപിള്ള. കാരൂരിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ രചനകളിലൊന്നാണ് മരപ്പാവകൾ. ഒരു ജനസംഖ്യാ കണക്കെടുപ്പുകാരൻ്റെയും ഒരു സാധാരണ ആശാരി കുടുംബത്തിലെ നളിനി എന്ന സ്ത്രീയുടെയും അപ്രതീക്ഷിതമായ കണ്ടുമുട്ടലിലൂടെയും അവർക്കിടയിൽ വികസിക്കുന്ന ഹൃദ്യമായ സംഭാഷണങ്ങളിലൂടെയുമാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ബാഹ്യമായ ലളിതവൽക്കരണങ്ങൾക്കപ്പുറം കല, സ്ത്രീത്വം, അഭിമാനം, സാമൂഹിക പ്രതിസന്ധികൾ തുടങ്ങിയ ഗൗരവമേറിയ വിഷയങ്ങളെ ഈ കഥ സ്പർശിക്കുന്നുണ്ട്. തൻ്റെ സമകാലികരായ എഴുത്തുകാരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ കഥകളാണ് കാരൂർ എഴുതിയത്. കഥാപരിസരങ്ങളിൽ നിന്നും കാരൂർ എപ്പോഴും വേറിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. സ്വന്തം അനുഭവങ്ങളെ അദ്ദേഹം അധ്യാപകതകളിലൂടെ സത്യസന്ധമായി അവതരിപ്പിക്കുകയുണ്ടായി. പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ സജീവ പങ്കാളിയല്ലായിരുന്നുവെങ്കിൽ കൂടി അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായ ദർശനം കാരൂരിൻ്റെ കഥകളിൽ നമുക്ക് കാണാൻ കഴിയും. വ്യക്തിയുടെ അന്തരംഗങ്ങളാണ് കാരൂർ കഥകളുടെ ഭൂമിക. അത് ഒടുവിൽ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് കയറുന്നതിലൂടെ കഥയുടെ സാമൂഹികത്വം വെളിപ്പെടുന്നുണ്ട്. മനുഷ്യ ദുഃഖങ്ങളും ഗ്രാമീണ അന്തരീക്ഷത്തിൻ്റെ ശാലീനതയും നൈതിക ബോധവുമാണ് കാരൂർ കഥകളുടെ പ്രകാശധാര എന്ന് പറയാം. അപ്പോൾ കാരൂർ കഥകളുടെ പ്രകാശധാരയായിട്ട് പറയാൻ കഴിയുന്നത് മനുഷ്യ ദുഃഖങ്ങളും ഗ്രാമീണ അന്തരീക്ഷത്തിൻ്റെ ശാലീനതയും നൈതിക ബോധവുമാണ്. കാരൂരിൻ്റെ കാലഘട്ടത്തിലെ അല്പശമ്പളക്കാരായിട്ടുള്ള അധ്യാപകരുടെ ദൈന്യാനുഭവങ്ങളെപ്പറ്റി തൻ്റെ കഥകളിൽ അദ്ദേഹം എഴുതുകയുണ്ടായി. ആ കഥകൾ വാദ്യാർ കഥകൾ എന്ന പേരിൽ പ്രസിദ്ധമായി. സമകാലികരായ എഴുത്തുകാരിൽ മുൻനിരയിൽ തന്നെ നിൽക്കാൻ കാരൂരിനെ യോഗ്യനാക്കിയ ഒട്ടേറെ കഥകളുണ്ടായിരുന്നു. മരപ്പാവകൾ, പൂവമ്പഴം, ഉതുപ്പാൻ്റെ കിണർ, അരഞ്ഞാണം, ചെകുത്താൻ, വള്ളക്കാരൻ, മോതിരം, സോഫ്റ്റ് പിൻ, കുട നന്നാക്കാനുണ്ടോ, ചുടലത്തെങ്ങ്, അമ്പലപ്പറമ്പ്, മേൽവിലാസം, ആസ്ട്രോളജർ, ഇരുട്ടിൽ, ഗൃഹനായിക, ഒരു പിടി മണ്ണ്, മീൻകാരി തുടങ്ങിയ ഒട്ടേറെ രചനകൾ ഇതിന് ഉദാഹരണമാണ്. മോതിരം എന്ന കഥാസമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്കൊന്ന് കഥ പരിശോധിച്ചാലോ. മുറ്റത്ത് ചെന്ന് നിന്ന എന്യൂമറേറ്റർ 312 ആശാരിപ്പറമ്പിൽ എന്ന് തന്നോട് തന്നെ പറഞ്ഞിട്ട് ഉച്ചത്തിൽ ചോദിച്ചു, ഇവിടെ ആരുമില്ലേ? ഓല കുത്തിമറച്ചുണ്ടാക്കിയ മുറിയിൽ നിന്ന് ഒരു സ്ത്രീ തിണ്ണയിലേക്ക് ഇറങ്ങി വന്നു. ഉമ്മിണി എന്നാണോ പേര്? കയ്യിലിരിക്കുന്ന കടലാസിൽ നോക്കിക്കൊണ്ട് ആഗതൻ ചോദിച്ചു. യുവതിയുടെ സ്വതേ വിടർന്ന കണ്ണുകൾ കുറെ കൂടി വികസിച്ചു. കേസോ പോലീസോ വല്ലതുമായിരിക്കും എന്ന് അവൾ പരിഭ്രമിച്ചു. ജനസംഖ്യ എടുക്കുകയാ. ഇവിടെ ആരൊക്കെയുണ്ട്? ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മ ഇപ്പോഴങ്ങ് പോയേ ഉള്ളൂ. തോട്ടിൻ്റെ കരയിൽ തഴയെത്താൻ പോയതാ. ആങ്ങളെ ചെറുക്കൻ പണിയാൻ പോയേക്കുവാ. ഉമ്മിണിന്ന് പേരുള്ളത്? അമ്മയുടെ പേരാ. ശരി, ഉമ്മിണി ആണോ പെണ്ണോ? അവളൊന്ന് ചിരിച്ചു. പരിഹാസച്ചിരി, എന്നാലും അഴകുള്ള ചിരി. ഒരു മധ്യവേനൽക്കാലത്ത് ആശാരിപ്പറമ്പിലെ 312 നമ്പർ വീട്ടിലേക്ക്
ജനസംഖ്യാ കണക്കെടുപ്പിനായി ഒരു എന്യൂമറേറ്റർ എത്തുന്നതോടെയാണ് കഥ ആരംഭിക്കുന്നത്. ഒരു എന്യൂമറേറ്ററാണ് കഥയിൽ ആദ്യം വരുന്നത്. ആശാരിപ്പറമ്പിൽ 312 വീട്ടിലേക്ക് ഒരു മധ്യവേനൽക്കാലത്താണ് ഈ എന്യൂമറേറ്റർ എത്തിയിരിക്കുന്നത്. അവിടെ വെച്ച് അദ്ദേഹം നളിനി എന്ന ഒരു 23-കാരിയായ യുവതിയെ കണ്ടുമുട്ടുകയാണ്. തുടക്കത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ചോദ്യങ്ങളും അതിന് നളിനി നൽകുന്ന നിഷ്കളങ്കവും എന്നാൽ മൂർച്ചയുള്ളതുമായ മറുപടികളാണ് കഥയ്ക്ക് ജീവൻ നൽകുന്നത്. നളിനി ഭർത്താവുമായി പിണങ്ങി സ്വന്തം അമ്മയുടെയും ആങ്ങളയുടെ കൂടെയുമാണ് കഴിയുന്നത്. ആദ്യമൊക്കെ ചോദ്യങ്ങളോട് പരിഭ്രമവും ലജ്ജയും കാണിക്കുന്ന അവൾ പിന്നീട് ഉദ്യോഗസ്ഥനുമായി കൂടുതൽ അടുക്കുകയും തൻ്റെ ജീവിതത്തിലെയും മനസ്സിലെയും യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുകയും ചെയ്യുന്നു. കേവലം ഒരു വിവരശേഖരണത്തിനപ്പുറം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആത്മബന്ധമായി ഈ സംഭാഷണം മാറുന്നതാണ് കഥയുടെ കാതൽ. ആദ്യമൊക്കെ ചോദ്യത്തിന് പരിഭ്രമവും ലജ്ജയും കാണിക്കുന്ന നളിനി പിന്നീട് ആ ഉദ്യോഗസ്ഥനുമായി കൂടുതൽ അടുക്കുന്നത് കാണാം. തൻ്റെ ജീവിതത്തിലെയും മനസ്സിലെയും യാഥാർത്ഥ്യങ്ങൾ അവൾ തുറന്നു പറയുന്നുണ്ട്. കേവലം ഒരു വിവരശേഖരണത്തിനപ്പുറം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആത്മബന്ധമായി ഈ സംഭാഷണം മാറുന്നതാണ് ഈ കഥയുടെ കാതൽ. സുന്ദരിയായ തൻ്റെ തന്നെ ശില്പങ്ങളുണ്ടാക്കി ജീവിതത്തിൻ്റെ അർത്ഥങ്ങൾ അന്വേഷിക്കുകയും ശില്പം വിറ്റ് ജീവിക്കാനുള്ള മാർഗം തേടുകയും ചെയ്യുന്ന നളിനി എന്ന കലാകാരി. എന്യൂമറേറ്റർ ആകട്ടെ ഒരു ചിത്രകാരൻ കൂടിയാണ്. ഈ എന്യൂമറേറ്ററും അതുപോലെ ഈ കലാകാരിയും തമ്മിലുള്ള പാരസ്പര്യത്തിൻ്റെ കഥയാണ് മരപ്പാവകൾ. ജീവിതത്തിൻ്റെ പച്ചപ്പുകളിൽ നിന്ന് അകന്നു കഴിയേണ്ടി വന്ന നളിനിക്ക് അത് തിരിച്ചെടുക്കേണ്ടത് ആവശ്യമായിരുന്നു. ജീവിതത്തിൻ്റെ പച്ചപ്പുകളിൽ നിന്ന് അകന്നു കഴിയേണ്ടി വന്ന നളിനിക്ക് അത് തിരിച്ചെടുക്കേണ്ടത് വളരെ ആവശ്യമായിരുന്നു. അതിന് അവൾക്കുള്ള ഏക മാർഗം തൻ്റെ ശില്പവിദ്യയായിരുന്നു. ഒരു കലാകാരി എന്ന നിലയിൽ ഒരിക്കലും അവൾ അംഗീകരിക്കപ്പെട്ടില്ലെങ്കിലും തൻ്റെ ജീവിതത്തിനൊത്തൊരു നിവൃത്തിയേകാൻ തൻ്റെ കലക്ക് കഴിയുമെന്ന് നളിനി വിശ്വസിക്കുന്നുണ്ട്. ഒരു കലാകാരി എന്ന നിലയിൽ അവൾ പ്രശസ്തിയൊന്നും ആകുന്നില്ല, പക്ഷേ തൻ്റെ ജീവിത മാർഗമാക്കി അതിനെ മാറ്റാൻ അവൾ ആഗ്രഹിക്കുന്നു. ജീവിതം അവൾക്ക് നേരെ ദുരനുഭവങ്ങൾ വർഷിച്ചപ്പോൾ ഒരു പിടിവള്ളിയായി മാറിയത് ഈ ശില്പവിദ്യയായിരുന്നു. ജീവിതം അവൾക്ക് ദുഃഖമുള്ള ഒന്നായിരുന്നു. ആ ദുഃഖത്തിൽ നിന്ന് കരകയറാൻ വേണ്ടി ഒരു പിടിവള്ളിയായി അവൾക്ക് മാറുന്നത് ഈ ശില്പവിദ്യ തന്നെയാണ്. ജീവിക്കാൻ വേണ്ടി തൻ്റെ കലയെ അവൾ വിൽക്കാൻ തയ്യാറാവുകയാണ്. ജീവിക്കാൻ വേണ്ടി അവൾ തൻ്റെ കലയെ വിൽക്കാൻ തയ്യാറാകുന്നു. ജീവിതത്തിന് വേണ്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കല? ജീവിതത്തെക്കുറിച്ച് പറയുന്നതും ജീവിതത്തിന് പ്രേരിപ്പിക്കുന്നതും ജീവിതത്തിനുള്ള വഴിയുമാണ് കല എന്ന് നളിനി പറയുന്നുണ്ട്. ജീവിതത്തിന് വേണ്ടിയല്ലെങ്കിൽ പിന്നെ എന്തിനാണ് കല? ജീവിതത്തെക്കുറിച്ച് പറയുന്നതും ജീവിതത്തിന് പ്രേരിപ്പിക്കുന്നതും ജീവിതത്തിനുള്ള വഴിയുമാണ് കല എന്ന് നളിനി എന്ന കഥാപാത്രത്തിലൂടെ കഥാകൃത്ത് വിളംബരം ചെയ്യുന്നുണ്ട്. വിവരങ്ങൾ ചോർന്നു പോകാതെ കുറിച്ചെടുക്കുക എന്നതാണ് ഏൽപ്പിക്കപ്പെട്ട ചുമതല. അത് പൂർത്തിയാകണമെങ്കിൽ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് സാമാന്യമായ നോട്ടം അനിവാര്യമാണ്. എന്യൂമറേറ്റർ വിവരങ്ങൾ ചോർന്നു പോകാതെ എല്ലാം രേഖപ്പെടുത്തിയെടുക്കേണ്ടതാണ്. അത് പൂർത്തിയാക്കണമെങ്കിൽ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് സാമാന്യമായ നോട്ടം അനിവാര്യമാണ്. സൂക്ഷ്മമായ നോട്ടം ആവശ്യമില്ല. സാമാന്യമായിട്ടുള്ള നോട്ടമാണ് ആവശ്യം. സൂക്ഷ്മമായ നോട്ടം അവിടെ ആവശ്യമില്ല. എന്നാൽ നളിനിയുടെ ജീവിതത്തിൻ്റെ സൂക്ഷ്മ അംശങ്ങളിലേക്ക് ആ എന്യൂമറേറ്റർ കടന്നു ചെല്ലുകയാണ്. അവളുടെ ജീവിതത്തിലെ ദുരനുഭവങ്ങൾ അയാൾ കേട്ടു മനസ്സിലാക്കുന്നു. കലാകാരനായ അയാൾ ഒടുവിലായി വരച്ചു നൽകിയ അവളുടെ ചിത്രം നളിനിയിൽ ഒരു പുതിയ വെളിച്ചം പ്രദാനം ചെയ്യുന്നുണ്ട്. ഒരു കലാകാരനായിരുന്നു, ഒരു ചിത്രകാരനായിരുന്നു എന്യൂമറേറ്റർ. കഥയുടെ അവസാനത്തിൽ അയാൾ അവൾക്കൊരു ചിത്രം വരച്ചു കൊടുക്കുന്നുണ്ട്. ആ ചിത്രം നളിനിയിൽ ഒരു പുതിയ വെളിച്ചം പ്രദാനം ചെയ്യുന്നുണ്ട്. എന്യൂമറേറ്റർക്ക് താൻ സമ്മാനിച്ച രൗദ്രമുഖമുള്ള തൻ്റെ തന്നെ പ്രതിമ തിരികെ വാങ്ങി പാർവതി ദേവി തപസ് ചെയ്യുന്ന പ്രതിമ സമ്മാനമായി നൽകുന്നു. എന്യൂമറേറ്റർക്ക് അവളൊരു പ്രതിമ കൊടുക്കുന്നുണ്ട്. അത് തൻ്റെ തന്നെ രൗദ്രമുഖമുള്ള ഒരു പ്രതിമയായിരുന്നു. പക്ഷേ അത് തിരികെ വാങ്ങിയിട്ട് പാർവതി ദേവി തപസ് ചെയ്യുന്ന പ്രതിമ പിന്നീട് സമ്മാനിക്കുന്നു. അത് ഏറ്റുവാങ്ങി അയാൾ നടക്കുമ്പോൾ രണ്ട് കലാഹൃദയങ്ങൾ തമ്മിലുള്ള പാരസ്പര്യത്തിൻ്റെ സാന്ദ്രമായ
അടയാളങ്ങളായി അത് മാറുന്നുണ്ട്. അത് ഏറ്റുവാങ്ങി അയാൾ നടക്കുമ്പോൾ രണ്ട് കലാഹൃദയങ്ങൾ തമ്മിലുള്ള പാരസ്പര്യത്തിൻ്റെ സാന്ദ്രമായ അടയാളമായി അത് മാറുന്നു. ജനസംഖ്യ കണക്കെടുക്കാൻ വന്ന എന്യൂമറേറ്ററും നളിനിയും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ഇരുവരുടെയും സഹൃദയത്വം വെളിപ്പെടുന്നുണ്ട്. ഉമ്മിണി എന്ന് സ്വന്തം അമ്മയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകവേ എന്യൂമറേറ്റർ ചോദിക്കുന്നു, ഉമ്മിണി ആണോ പെണ്ണോ? അമ്മയും ഞാനും പെണ്ണുങ്ങളാ, ആങ്ങള ആണും എന്ന് അവളുടെ ഉത്തരത്തിലും ഒരു രസികത്വം ഉണ്ടായിരുന്നു. കഥയുടെ ആരംഭത്തിൽ തന്നെ ഇത്തരത്തിലുള്ള രസികത്വം നമുക്ക് കാണാൻ കഴിയും. അമ്മയും ഞാനും പെണ്ണുങ്ങളാ, ആങ്ങള ആണും. എരിവയിൽ കൊണ്ട് വന്ന് മുറ്റത്തെ അതേ നിൽപ്പിൽ വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ടിരിക്കുന്ന അയാളെ അവൾ അകത്തേക്ക് ക്ഷണിച്ചിരുത്തുന്നു. ജനസംഖ്യ എടുക്കുമ്പോൾ കുട നിവർത്തിപ്പിടിക്കരുതായിരിക്കും. ഈ തീ പോലുള്ള വെയിലത്ത് നിന്ന ജനസംഖ്യ എടുത്താൽ ആളിൻ്റെ എണ്ണം കുറഞ്ഞു പോകും. ഈ തീ പോലുള്ള വെയിലത്ത് നിന്ന് ജനസംഖ്യ എടുത്താൽ ആളിൻ്റെ എണ്ണം കുറഞ്ഞു പോകും എന്ന് പറഞ്ഞാണ് അവൾ ബെഞ്ചിലേക്ക് ഇരിക്കുവാനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. ഈ ബെഞ്ചിലേക്ക് ഇരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ആ ബെഞ്ചിലേക്ക് ഇരിക്കാൻ വേണ്ടി പറയുന്ന ഇങ്ങനെയാണ്, ജനസംഖ്യ എടുക്കുമ്പോൾ കുട നിവർത്തി പിടിക്കരുതായിരിക്കും. ഈ തീ പോലുള്ള വെയിലത്ത് നിന്ന് ജനസംഖ്യ എടുത്താൽ ആളിൻ്റെ എണ്ണം കുറഞ്ഞു പോകും. തുടർന്ന് വ്യക്തി വിവരങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരുന്ന അയാൾ ഭർത്താവിനെ കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. വിവാഹം കഴിഞ്ഞതാണോ? ഇപ്പോൾ ഭർത്താവുണ്ടോ? അവൾ അല്പം പരിങ്ങി. ഇപ്പോൾ ഇവിടെ ഇല്ല. 13-ാം മൈലിൽ ജനസംഖ്യ എടുത്തോ? അതിനാള് വേറെയാ. ഭർത്താവ് ഉണ്ടല്ലേ? ഉണ്ടെന്നോ ഇല്ലെന്നോ എഴുതിക്കോളൂ, അവൾ അവഗണനാഭാവത്തിൽ പറഞ്ഞു. അവൾ പറയുന്നു, ഉണ്ടെന്നോ ഇല്ലെന്നോ എഴുതിക്കോളൂ. ഉണ്ടെന്ന് എഴുതിയാലും ഇല്ലെന്ന് എഴുതിയാലും അർത്ഥം ഒന്നല്ലല്ലോ. എന്യൂമറേറ്റർ ചോദിക്കുന്നുണ്ട്, ഉണ്ടെന്ന് എഴുതിയാലും ഇല്ലെന്ന് എഴുതിയാലും അർത്ഥം ഒന്നല്ലല്ലോ. എന്നാൽ ഉണ്ടെന്ന് തെളിയാതെ എഴുതിക്കോളൂ. ഇങ്ങനെ തുടങ്ങുന്ന സംഭാഷണത്തിൽ നിന്ന് അവളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് അയാൾ കടക്കുകയാണ്. ഭർത്താവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ചതിലൂടെ അവൾ സ്വകാര്യ ജീവിതത്തിലേക്കുള്ള വാതിൽ പതിയെ തുറന്നു കൊടുക്കുന്നു. ഭർത്താവുമായി പിണങ്ങിക്കഴിയുന്നു. ഭർത്താവ് കാരണം കോടതിയിൽ കയറേണ്ടി വന്നു. വരുമാനത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിനിടയിൽ നളിനി സ്ത്രീ എന്ന നിലയിൽ അവളുടെ സ്വത്വത്തെ വെളിപ്പെടുത്തുന്നു. ഈ വീട്ടിൽ കഞ്ഞി വെക്കുന്നത്, ഈ തിണ്ണമെഴുകുന്നത് എല്ലാം ഞാനാണ്. ഈ വീട്ടിൽ കഞ്ഞി വെക്കുന്നത്, ഈ തിണ്ണമെഴുകുന്നത് എല്ലാം ഞാനാണ്. തൊഴിൽ ഒന്നല്ല പലതാണ് അവൾക്ക്. തൊഴിൽ ഒന്നല്ല പലതായിരുന്നു അവൾക്ക്. എന്നാൽ എന്യൂമറേറ്ററുടെ കണക്കുകളിൽ ഇതൊന്നും വരുമാനം കിട്ടുന്ന ജോലിയേ അല്ല. അവൾക്ക് ഒരു തൊഴിലല്ല. ആ വീട്ടിലെ കഞ്ഞി വെക്കുന്നത്, തിണ്ണമെഴുകുന്നത് എല്ലാം അവളായിരുന്നു. പക്ഷേ ആ കോളങ്ങൾ, തൊഴിലിൻ്റെ കോളത്തിലൊന്നും കഞ്ഞി വെക്കുന്നതോ തിണ്ണമെഴുകുന്നതോ ഒന്നും തൊഴിലായി ആരും പരിഗണിക്കുന്ന ഒന്നല്ല. ജോലി എന്ന സങ്കല്പത്തോടും സ്ത്രീയുടെ നേർക്കുള്ള തൊഴിൽപരമായ വിവേചനത്തോടുള്ള പ്രതിഷേധമാണ് അവളുടെ വാക്കുകളിൽ നിന്ന് പ്രതിധ്വനിക്കുന്നത്. ജോലിയെക്കുറിച്ചുള്ള നളിനിയുടെ അഭിപ്രായങ്ങളും സ്ത്രീയുടെ നേർക്കുള്ള തൊഴിൽപരമായ വിവേചനത്തോടുള്ള പ്രതിഷേധവും അവളുടെ വാക്കുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. നളിനി ഏറെ സവിശേഷതകളുള്ള ഒരു സ്ത്രീയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. ജീവിതത്തിൽ ഒട്ടനവധി പ്രതിസന്ധികൾ നേരിട്ടിട്ടും അവളിലെ ആത്മാഭിമാനമോ പ്രതിഭയോ നഷ്ടപ്പെട്ടിട്ടില്ല. കള്ളുകുടിയനും ക്രൂരനുമായ ഭർത്താവിൻ്റെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ സ്വന്തം അന്തസ്സ് നിലനിർത്താൻ വേണ്ടി അവനെ ഉപേക്ഷിച്ച് പോന്നവളാണ് അവൾ. കള്ളുകുടിയനും ക്രൂരനുമായ ഭർത്താവിൻ്റെ പീഡനങ്ങൾ സഹിക്കവയ്യാതെയാണ് സ്വന്തം അന്തസ്സ് നിലനിർത്താൻ വേണ്ടി അവനെ ഉപേക്ഷിച്ച് പോന്നവളാണ് നളിനി. അയാളെ ഒരു മൃഗം എന്ന് വിശേഷിപ്പിക്കാൻ, അയാളെന്നാൽ ഭർത്താവിനെ, തക്കവണ്ണം ആർജവം അവൾക്ക് ഉണ്ടായിരുന്നു. ഭർത്താവിനെ ഒരു മൃഗം എന്ന് വിശേഷിപ്പിക്കാൻ തക്കവണ്ണം ആർജവം നളിനിയിൽ ഉണ്ടായിരുന്നു. താൻ ആരുടെയും ആശ്രയത്തിലല്ല ജീവിക്കുന്നതെന്ന്, തനിക്ക് സ്വന്തമായി വരുമാനമുണ്ടെന്നും അവൾ ആത്മാഭിമാനത്തോടെ പറയുന്നുണ്ട്. താൻ ആരുടെയും ആശ്രയത്തിലല്ല ജീവിക്കുന്നത്, തനിക്ക് സ്വന്തമായി വരുമാനമുണ്ട്. അന്യരുടെ കുത്തുവാക്കുകളെ അവൾ ഭയക്കുന്നില്ല. അവ ഭയന്നാൽ തനിക്ക് ജീവിക്കാൻ കഴിയില്ല. അന്യരുടെ കുത്തുവാക്കുകളെ ഭയന്ന് ആദ്യം അവൾ മരപ്പാവകൾ വിൽക്കാൻ മടിക്കുന്നുണ്ടെങ്കിലും സാമ്പത്തികമായ പരാശ്രയത്തോട് അവൾക്ക് വിയോജിപ്പായിരുന്നു. ഞാൻ ആരെയും ആശ്രയിക്കുന്നില്ല, മാസം 15 രൂപയെങ്കിലും വരവുണ്ട്. ഈ വാക്കുകളിൽ നിന്ന് ആരെയും ആശ്രയിക്കാതെ ആത്മവിശ്വാസത്തോടെയാണ് അവൾ കഴിയുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നു.
എന്യൂമറേറ്റർക്ക് വീശാൻ വിശറിയും മുറുക്കാനും കൊണ്ടുവന്നു കൊടുത്ത അവൾ പിന്നെയും അകത്തുപോയി 3 മരപ്പാവകൾ കൊണ്ടുവരുന്നുണ്ട്. ഇതുണ്ടാക്കലാണ് അവളുടെ തൊഴിൽ. മാദകമായ സുന്ദര ശില്പങ്ങൾ കൊണ്ട് അയാൾ അവയെ നോക്കി നിൽക്കുന്നുണ്ട്. 3 പാവയും ഒരേ അച്ചിൽ വാർത്ത പോലെയുണ്ട് എന്ന് അയാൾ അഭിപ്രായം പറഞ്ഞപ്പോൾ ഞങ്ങൾ വാർപ്പണിക്കാരല്ല എന്നായിരുന്നു അവളുടെ മറുപടി. 3 പാവയും ഒരുപോലെയുണ്ട് എന്നയാൾ പറയുമ്പോൾ ഞങ്ങൾ വാർപ്പ് പണിക്കാരല്ല എന്നായിരുന്നു നളിനി പറയുന്നത്. 3 പാവകളെയും അവളെയും കൂട്ടി 4 ഒരുപോലെ ഇരിക്കുന്നു. 3 പാവകളെയും അവളെയും കൂട്ടി 4 ഒരുപോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ജീവനില്ലാത്തതുപോലെ ജീവനുള്ളതും ഇരിക്കുന്നതോ, അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല, എൻ്റെ തലയിലെഴുത്ത് എന്നവൾ തൻ്റെ ദുരിതങ്ങളിലേക്ക് ചൂണ്ടുന്നു. ജീവിച്ചിരിക്കുന്ന അവൾക്ക് പാവകളെ പോലെ നിർജീവത്വമുള്ളതെന്നും എല്ലാം തൻ്റെ വിധിയാണെന്നുമാണ് സൂചന. ജീവിച്ചിരിക്കുന്ന അവൾ പാവകളെ പോലെയാണ്, തൻ്റെ തലവിധിയാണ് ഇതിനെല്ലാം കാരണം. ജീവിച്ചിരിക്കുന്ന അവൾക്ക് പാവകളെ പോലെ നിർജീവത്വമാണുള്ളതെന്നും എല്ലാം തൻ്റെ വിധിയാണെന്നും ഈ വാക്കിൽ നിന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അകത്തുപോയി എടുത്തുകൊണ്ടുവന്ന കോപിഷ്ഠനായ കൃഷ്ണൻ്റെ രൂപം നിർമ്മിച്ചതിൻ്റെ പിന്നിലെ വസ്തുത അയാളുടെ മുൻപിൽ വിവരിക്കുന്നുണ്ട്. 19 കൃഷ്ണപാവകൾ ഉണ്ടാക്കിയിരുന്നു. ആദ്യം ആളുകളൊക്കെ വാങ്ങിക്കൊണ്ടുപോയി. പാവയുണ്ടാക്കുമ്പോഴൊക്കെ അവൾ തൻ്റെ ഭർത്താവിനെ ഓർത്തിരുന്നു. ഒരു കാലത്ത് കൃഷ്ണനെ പോലെയാണ് അയാളെ അവൾ കരുതിയിരുന്നത്. എന്നാൽ പാവ ഉണ്ടാക്കിത്തീരുന്നതോടെ അവളുടെ ഉള്ളിലെ കോപം മുഴുവൻ ആ പാവയുടെ മുഖത്തുണ്ടാവും. രൗദ്രഭാവമുള്ള കൃഷ്ണനെ ആരെങ്കിലും വാങ്ങുമോ? അവളുടെ കോപം മുഴുവനും ആ പാവകളിൽ കാണാമായിരുന്നു. രൗദ്രഭാവമുള്ള കൃഷ്ണൻ്റെ മുഖം ആരെങ്കിലും വാങ്ങുമോ? അതോടെ പുരുഷരൂപമുണ്ടാക്കുന്നത് നിർത്തി. അവൾ നല്ല പാവകൾ ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ ഭർത്താവിനുള്ള വിരോധം, ആ കോപം പലപ്പോഴും ആ പ്രതിമകളിൽ കണ്ടു തുടങ്ങി. രൗദ്രഭാവമുള്ള കൃഷ്ണനെ ആർക്കും ഇഷ്ടമല്ല. ആരും അത്തരത്തിലുള്ള പ്രതിമകൾ വാങ്ങാതെയായി. അതുകൊണ്ട് തന്നെ പുരുഷരൂപങ്ങൾ ഉണ്ടാക്കുന്നത് അവൾ നിർത്തി. പിന്നീട് പാർവതിയുടെ രൂപമുണ്ടാക്കി. പക്ഷേ രൂപം തൻ്റേത് തന്നെ ആയിത്തീരുന്നു. കൃഷ്ണപാവകൾക്ക് ശേഷം അവൾ പാർവതിയുടെ പാവകൾ ഉണ്ടാക്കി തുടങ്ങി. ആ പാർവതിയുടെ മുഖം പക്ഷേ നളിനിയുടെ തന്നെയായിരുന്നു എന്ന് പറയുന്നു. വാങ്ങിക്കുന്നവരും പരദൂഷണക്കാരും അവളെ ആക്ഷേപിച്ചു. തൻ്റെ രൂപമുണ്ടാക്കി ആളുകളെ വശീകരിക്കാൻ ശ്രമിക്കുകയാണെന്ന് വരെ പറഞ്ഞു തുടങ്ങി. അവൾ പറയുന്നതെന്തും അയൽവാസികൾ നേരാണെന്ന് ധരിച്ചിരുന്നു. അന്ന് അവൾക്ക് ഇവരെയെല്ലാം പേടിയായിരുന്നു. ഇപ്പോൾ അവൾക്കാരെയും പേടിയില്ല. ഞാനല്ലാതെ ആരെങ്കിലും ഉണ്ടെന്ന് തന്നെ എനിക്ക് വിചാരമില്ല. ഇതായിരുന്നു അവളുടെ നിലപാട്. കലകളിൽ പ്രവർത്തിക്കുന്ന പലരും അങ്ങനെയാണ്. അതിൻ്റെ പേരാണ് അഹന്ത. അവളുടെ കലാകാരി എന്ന നിലയിലുള്ള അഹന്തക്ക് അയാൾ വാക്കുകൾ കൊണ്ട് പ്രഹരമേൽപ്പിക്കുന്നു. കലകളിൽ പ്രവർത്തിക്കുന്ന പലരും അങ്ങനെയാണ്. അതിൻ്റെ പേരാണ് അഹന്ത. അവളുടെ കലാകാരി എന്ന നിലയിലുള്ള അഹന്തക്ക് അയാൾ വാക്കുകൾ കൊണ്ട് പ്രഹരമേൽപ്പിക്കുകയാണ്. കരുണം, രൗദ്രം, ശാന്തം, ശൃംഗാരം തുടങ്ങിയ ഭാവങ്ങളുടെ ഉച്ചാവസ്ഥയെ കാണിക്കുന്ന അവളുടെ രൂപമുള്ള 4 പാവകൾ കൂടി അവൾ അയാളുടെ മുന്നിൽ നിരത്തുന്നുണ്ട്. കരുണം, രൗദ്രം, ശാന്തം, ശൃംഗാരം തുടങ്ങിയ ഭാവങ്ങളുള്ള പ്രതിമകളാണ് പിന്നീട് കാണിക്കുന്നത്. അവളുടെ ശില്പവിദ്യയിലുള്ള നൈപുണ്യം തിരിച്ചറിഞ്ഞ് അവളുടെ തൊഴിൽ ശില്പവൃത്തി എന്ന് അയാൾ രേഖപ്പെടുത്തുന്നുണ്ട്. അവളുടെ ആ ശില്പവിദ്യയിലുള്ള ആ നൈപുണ്യം മനസ്സിലാക്കിയ അയാൾ അവളുടെ തൊഴിൽ ശില്പവൃത്തി എന്ന് എഴുതി ചേർക്കുന്നു. പിന്നെ കള്ളുകുടിയനും ഉപദ്രവകാരിയുമായ ഭർത്താവിനെക്കുറിച്ചും അയാളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരാനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചും പറയുന്നു. വഴിക്കാരോടൊക്കെ ഭർത്താവിൻ്റെ കാര്യം ഇതിലധികം പറയാനൊക്കുമോ എന്ന് പറയുന്നെങ്കിലും അവൾ അയാളുടെ മുമ്പിൽ വാചാലയാകുന്നുണ്ട്. പോകാൻ നേരം അയാൾക്കൊരു പ്രതിമ അവൾ സമ്മാനമായി നൽകുന്നു. രൗദ്രഭാവത്തിലുള്ള അവളുടെ രൂപം. അതുകൊണ്ട് അയാളുടെ മുഖത്തെ പ്രസാദം മങ്ങിയെങ്കിലും നന്ദി പറഞ്ഞ് ഒരു കടലാസ് കഷ്ണം അവൾക്ക് നേരെ നീട്ടി. അതവളുടെ ചിത്രമായിരുന്നു. ഒരു കടലാസ് കഷ്ണം അവൾക്ക് നേരെ നീട്ടുന്ന എന്യൂമറേറ്റർ, അത് അവളുടെ ചിത്രമായിരുന്നു. അവളുമായി സംസാരിക്കുന്നതിനിടയിൽ അയാൾ വരച്ചതായിരുന്നു അത്. അതവൾക്ക് അത്ഭുതമായി തോന്നി. താൻ നൽകിയ പ്രതിമ തിരിച്ചു വാങ്ങി പാർവതി തപസ് ചെയ്യുന്ന മറ്റൊരു സുന്ദര പ്രതിമ
അയാൾക്ക് സമ്മാനിക്കുന്നു. അതാ ചിത്രകാരനുള്ള സമ്മാനമായിരുന്നു. പരസ്പരം സമ്മാനിതരായ രണ്ട് കലാഹൃദയങ്ങൾ. അവർ പരസ്പരം ആനന്ദവും നന്ദിയും പങ്കുവയ്ക്കുന്നു. കണക്കെടുപ്പിനായി അയാൾ അടുത്ത വീട്ടിലേക്ക് നടക്കുമ്പോഴും തനിക്ക് ലഭിച്ച സമ്മാനത്തിൻ്റെ പ്രകാശം അയാളുടെ ഹൃദയത്തിൽ വീണക്കമ്പി മീട്ടിയാലുണ്ടാകുന്ന നാദം പോലെ പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു. കലയോടുള്ള കലാകാരൻ്റെ നിലപാടുകൾ വെളിപ്പെടുത്തുന്നതാണ് ഈ കഥ. കുടുംബത്തിനകത്തും സമൂഹത്തിലും സ്ത്രീ അനുഭവിക്കുന്ന വിവേചനവും അരക്ഷിതാവസ്ഥയും ചൂഷണവും ചൂണ്ടിക്കാണിക്കുന്നതിനോടൊപ്പം സ്ത്രീയുടെ സ്വാശ്രയശീലത്തെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു മരപ്പാവകളിൽ കാരൂർ നീലകണ്ഠപിള്ള. അപ്പം കലയോടുള്ള കലാകാരൻ്റെ നിലപാടുകൾ വെളിപ്പെടുത്തുന്നു. കുടുംബത്തിനകത്തും സമൂഹത്തിലും സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന വിവേചനം, അരക്ഷിതാവസ്ഥ, ചൂഷണം ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ സ്ത്രീയുടെ സ്വാശ്രയശീലത്തെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. അനുഭവങ്ങളെ കഥകളിലൂടെ ആവിഷ്കരിക്കുന്നതിൻ്റെ കഥാകാരൻ്റെ അനുഭവതലം തന്നെയാണ് നളിനി എന്ന നായികയെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അനുഭവങ്ങളാണ് സർഗാത്മകതയുടെ പാഠശാല എന്ന് ഈ കഥ വിളംബരം ചെയ്യുന്നുണ്ട്. നളിനി വെറുമൊരു സാധാരണ സ്ത്രീയല്ല, മറിച്ച് അസാധാരണമായ പ്രതിഭയുള്ള ഒരു ശില്പിയാണ്. ഒരു ദിവസം കൊണ്ട് ഒരു മഴപ്പാവയുണ്ടാക്കാൻ അവൾക്ക് സാധിക്കുന്നുണ്ട്. അവൾ നിർമ്മിക്കുന്ന പാവകൾക്ക് ജീവനുള്ള സ്ത്രീയുടെ ലക്ഷണങ്ങളുണ്ട്. ഉയർന്ന മാറിടവും ഭംഗിയുള്ള അവയവങ്ങളും ആകർഷകമായ ചിരിയും ആ പാവകളുടെ പ്രത്യേകതകളായിരുന്നു. കലയെ വെറുമൊരു വിൽപ്പന ചരക്കാക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ നേരിടുന്ന സാമൂഹികമായ അപവാദങ്ങളെയും വിമർശനങ്ങളെയും അവൾ ഭയപ്പെടുന്നുണ്ട്. അയൽക്കാരിയായ കാത്തയെ പോലുള്ളവരുടെ ആക്ഷേപങ്ങൾ അവളെ വേദനിപ്പിക്കുന്നുമുണ്ട്. ഈ കഥയിലെ മരപ്പാവകൾ പല അർത്ഥങ്ങളുള്ള പ്രതീകമാണ്. പുരുഷാധിപത്യ സമൂഹത്തിൽ സ്വന്തമായി ശബ്ദമില്ലാതെ മറ്റുള്ളവരുടെ കയ്യിലെ പാവകളായി ജീവിക്കേണ്ടി വരുന്ന സ്ത്രീകളുടെ പ്രതീകങ്ങളാണ് മരപ്പാവകൾ. പുരുഷാധിപത്യ സമൂഹത്തിൽ സ്വന്തമായി ശബ്ദമില്ലാതെ മറ്റുള്ളവരുടെ കയ്യിലെ പാവകളായി ജീവിക്കേണ്ടി വന്ന സ്ത്രീകളുടെ പ്രതീകമാണ് ഈ മരപ്പാവകൾ. എന്നാൽ നളിനി ആ അവസ്ഥയെ മറികടക്കാൻ ശ്രമിക്കുന്നു. നളിനിയുടെ മനസ്സിലെ ഭാവങ്ങളാണ് പാവകളുടെ മുഖത്ത് തെളിയുന്നത്. നളിനി ഈ അവസ്ഥയെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട്. നളിനിയുടെ മനസ്സിലെ ഭാവങ്ങളാണ് പാവകളുടെ മുഖത്ത് തെളിയുന്നത്. അവൾക്ക് ഭർത്താവിനോട് തോന്നിയ ദേഷ്യം അവൾ കൃഷ്ണൻ്റെ പാവയിലാണ് തീർക്കുന്നത്. പിന്നീട് അവൾ സ്ത്രീരൂപങ്ങൾ മാത്രം ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു. വിപണിയിലെ ലാഭേച്ഛക്കപ്പുറം തൻ്റെ ആത്മസംതൃപ്തിക്കായി നളിനി കാത്തു സൂക്ഷിക്കുന്ന ഒന്നാണ് ആ പാവകൾ എന്ന് പറയാം. ഈ കഥയിൽ കാരൂരിൻ്റെ തനതായ ലളിത ശൈലിയും നർമ്മബോധവും കഥയിലുടനീളം കാണാവുന്നതാണ്. എന്യൂമറേറ്ററുടെ ഔദ്യോഗിക പദപ്രയോഗങ്ങളെ നളിനി തൻ്റെ ഗ്രാമീണ നിഷ്കളങ്കതയോടെ നേരിടുന്നുണ്ട്. ഗർഭഛിദ്രം എന്ന വാക്കിന് ദിവസേനയുള്ള കുടുംബ വഴക്ക് എന്ന അർത്ഥത്തിൽ നളിനി നൽകുന്ന മറുപടി വായനക്കാരിൽ ചിരിയുണർത്തുന്നുണ്ട്. അവിടെ ചെന്ന് 6 മാസം തികയുന്നതിന് മുമ്പേ തുടങ്ങിയതല്ലേ ഛിദ്രം. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ഛിദ്രമില്ലാതെ കഴിഞ്ഞിട്ടില്ല. തൻ്റെ കവിൾ കണ്ണാടി പോലെ മിന്നുന്നു എന്ന് പണിക്കൻ പറഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ട് ഈ തിണ്ണ തൻ്റെ കവിൾ പോലെ ഇരിക്കുമെന്നും അവൾ ഫലിതം പറയുന്നു. ഇത്തരം ലളിതമായ സംഭാഷണങ്ങളിലൂടെയാണ് കഥാപാത്രങ്ങളുടെ ആഴം കാരൂർ വ്യക്തമാക്കുന്നത്. ഏതൊരു സാധാരണക്കാരനിലും ഒരു കലാകാരനുണ്ടാകാം എന്നും കലക്ക് മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വലിയ കരുത്തുണ്ടെന്നും ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളിലും ആത്മാഭിമാനത്തോടെ ജീവിക്കുന്ന നളിനി എന്ന കഥാപാത്രം വായനക്കാരുടെ മനസ്സിൽ എന്നും മായാതെ നിൽക്കും. ചുരുക്കത്തിൽ ലളിതമായ പ്രതിപാദനത്തിലൂടെ ഉദാത്തമായ ഒരു ജീവിത ദർശനം പകരുന്ന മലയാളത്തിലെ മികച്ച ചെറുകഥകളിലൊന്നാണ് കാരൂരിൻ്റെ മരപ്പാവകൾ. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.